ലൈംഗിക പീഡനാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും വെളിപ്പെടുത്തൽ. ഗർഭധാരണത്തിന് ശേഷം പെൺകുട്ടിയുമായി സംസാരിക്കുന്ന നിർണായക ശബ്ദരേഖയാണ് പുറത്തേക്ക് വന്നത്. ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും പെൺകുട്ടി വിവരിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഇക്കാര്യങ്ങൾ ഒന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ഗർഭിണിയാകാൻ തയ്യാറാകൂ എന്ന രാഹുലിന്റെ വാട്സാപ്പ് സന്ദേശവും പുറത്തേക്ക് വന്നു. ആദ്യം ആ ശബ്ദ ശകലങ്ങൾ കേൾക്കാം. നാളെ ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവരെനിക്ക് എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ. എനിക്കൊരു സമയം ഉള്ളതികളുടെ കൂടാണ് നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്താ അതിനെ പറ്റി ബോധനാകുന്നു? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ നിങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്നെ കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ അത് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ. എൻ്റെ പ്രധാനപ്പെട്ട ശബ്ദശകലമാണ് പുറത്തേക്ക് വരുന്നത്. ആ ശബ്ദശകലം പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. എവിടെയാണ് രാഹുലിന് വളരെ ഗുരുതരമായ രീതിയിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് ഈ സംഭവത്തിൽ പറയാൻ കഴിയുന്നു. അങ്ങനെ രണ്ടാമത്തെ ഒരു ഘട്ടം ശബ്ദരേഖ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. ആർ അനന്തകൃഷ്ണനും മാർഷൽ വി സെബാസ്റ്റ്യനും എന്നോടൊപ്പം ചെയ്തുകൊണ്ട്. അനന്തൻ, ഈ ശബ്ദശകലങ്ങളിൽ രാഹുലിനെ എത്രത്തോളം ആദ്യഘട്ടത്തിൽ ശബ്ദശകലങ്ങൾ കേരളം മുഴുവൻ കേട്ടതാണ്. അതിനും അപ്പുറത്തേക്ക് രണ്ടാം ഘട്ടത്തിൽ ഈ ശബ്ദ സംഭാഷണം പുറത്തേക്ക് വരുമ്പോൾ ആദ്യത്തെ നിന്നും ഗുരുതരമായ രീതിയിൽ ഇപ്പോഴത്തെ സംഭാഷണങ്ങൾ മാറുന്നുണ്ടോ അനന്തൻ? ഉറപ്പായിട്ടും പ്രതീക്ഷ. കാരണം ഇത് ആദ്യം വന്ന ശബ്ദരേഖ നമ്മൾ കണ്ടതാണ്, അതിൽ കേട്ടതാണ്. ഇപ്പോൾ വന്ന ശബ്ദരേഖ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതും ഈ പറയുന്ന യുവതിയുടേതുമാണെങ്കിൽ ഇതിനകത്ത് ഗുരുതരമായ പരാമർശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ശബ്ദരേഖയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം അതിലെ ചാറ്റിംഗിന്റെ സ്ക്രീൻഷോട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ചാറ്റിൽ തന്നെ അയാളുടെ ലൈംഗിക ഇംഗിതം നടപ്പാക്കാൻ വേണ്ടി അയാൾ നിരന്തരം അവരോട് നിർബന്ധിക്കുന്നത് നമുക്ക് ആ ചാറ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതിനുശേഷമാണ് ഈ ശബ്ദരേഖകൾ കേൾക്കുമ്പോൾ അത് വ്യക്തമാകുന്നത് ഒരു വലിയ ചൂഷണത്തിൻ്റെ സ്വഭാവമാണ്. ചൂഷണത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ താല്പര്യം ഒരു കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുന്നത്. അതിനുശേഷം ഗർഭം ധരിച്ചു കഴിയുമ്പോൾ അത് നശിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് അയാൾ പറയുന്നത്. അപ്പോൾ അതിന് നേരത്തെ തന്നെ ആ ആരോപണമാണ് ഉയർന്നു വന്നത്, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം കുറച്ചുകൂടി ക്രൂരമായി പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന ശബ്ദരേഖയുടെയും ചാറ്റിങ്ങിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം മുൻപത്തെക്കാട്ടിലും ഗുരുതരമാണ്, കുറച്ചുകൂടി ഒഫൻസീവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ശബ്ദരേഖയുടെ ഉടമ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ
ഈ യുവതി അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ യുവതി അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ സന്നദ്ധമായിട്ടുകൊണ്ടാണ് ഈ ശബ്ദരേഖ പുറത്തു വന്നതെങ്കിൽ വലിയ കുരുക്കായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ ശബ്ദശകലങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും എന്നുള്ളതാണ് അനന്തൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ഇനി നേരത്തെ അറിയാമല്ലോ, ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം പോലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയതാണ്. അപ്പോഴൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു പരാതിക്കാരി ഇല്ല, ഏതെങ്കിലും തരത്തിലൊരു കഷ്ണ പേപ്പറിൽ പോലും പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല, അങ്ങനെ നൽകാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്ന, നേരത്തെ അന്ന് തന്നെ ഈ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് അവരൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, സ്വമേധയാ അവർക്കൊക്കെ കേസെടുക്കാൻ ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഗർഭഛിദ്രം എന്നത് ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നതിന് ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഗ്രാവിറ്റി ഈ വിഷയത്തിൽ കൂടുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ എങ്ങനെ പരിശോധിക്കേണ്ടി വരും? സ്വാഭാവികമായും ഈ സംവിധാനങ്ങൾ നേരത്തെയും ശബ്ദരേഖ പുറത്തു വന്നപ്പോഴാണ് ഈ പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമ ഉപദേശങ്ങളൊക്കെ തേടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശബ്ദരേഖയിൽ ഒരു നേരിട്ട് കേസ് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമോപദേശമാണ് അന്ന് പോലീസിന് കിട്ടിയത്. അതിനെ തുടർന്നാണ് ഏതാണ്ട് 5-6 പേര് പോലീസ് മേധാവിക്ക് ഒരു ഇമെയിൽ സന്ദേശം ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി അയച്ചത്. 3 കക്ഷികളാണ് ഈ പരാതിക്കാരെല്ലാം. അതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളെ പിന്നിൽ നടന്ന് ശല്യം ചെയ്യുന്നു എന്ന ഒരു FIR രജിസ്റ്റർ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഈ 3 കക്ഷികളുടെ എല്ലാം മൊഴിയെടുത്തു. പക്ഷേ അപ്പോഴും ഈ ശബ്ദരേഖയുടെ ഉടമയായ യുവതിയുമായി ബന്ധപ്പെട്ട മൊഴി പോലീസ് രേഖപ്പെടുത്താൻ പറ്റിയിരുന്നില്ല. കാരണം അവരതിന് വില്ലിംഗ് അല്ല എന്നാണ് നമുക്ക് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ സോഴ്സുകൾ വഴി അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ഈ ആദ്യം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടോ, ഈ ശബ്ദരേഖ ആധികാരികമാണോ? ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ശബ്ദരേഖ നിഷേധിച്ചിട്ടില്ല. ഈ ശബ്ദരേഖയിൽ പറയുന്ന യുവതിയെ നിരാകരിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മളുടെ സോഴ്സ് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിയെ ഈ അന്വേഷണ സംഘം, പ്രത്യേക ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷിച്ചത്, ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അവർ ആ പെൺകുട്ടിയെ പോയി കണ്ടു, അവർ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ അവർ തയ്യാറല്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. മാത്രമല്ല, ഈ ഗർഭചിത്രം നടന്നു എന്ന് പറയുന്ന ആശുപത്രിയിലടക്കം പോലീസ് സംഘം പോയി അന്വേഷണങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ഒരു IPS ഉദ്യോഗസ്ഥ തന്നെ ഈ പെൺകുട്ടിയുമായി കാര്യങ്ങൾ സംസാരിച്ചു. കാരണം അവരേതെങ്കിലും രാഷ്ട്രീയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരാതി നൽകാൻ തയ്യാറാകാത്തത്. അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം രാഷ്ട്രീയ നേതാവാണ് എതിരെ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം നൽകാൻ ഒരു IPS ഉദ്യോഗസ്ഥ തന്നെ സംസാരിച്ചു. അപ്പോൾ അവർ തന്നെ കേസ് അന്വേഷിച്ചോളാമെന്നുള്ള ഉറപ്പും കൊടുത്തു. പക്ഷേ ആ ഘട്ടത്തിലും അവർ തയ്യാറായില്ല. പിന്നീടും അതേ സംസാരങ്ങൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ആ പരാതി വന്നിട്ടില്ല. ഇപ്പോഴും ആ പരാതി വരാത്തിടത്തോളം കാലം ഏത് രീതിയിലുള്ള നടപടികളാണ് ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? കാരണം നേരത്തെയുള്ള ശബ്ദരേഖയെക്കാട്ടി കുറച്ചുകൂടി കടുപ്പം നിറഞ്ഞ ആരോപണങ്ങളാണ് ഈ ശബ്ദരേഖയിലുള്ളത്. ഈ ശബ്ദരേഖ തന്നെ മുൻനിർത്തി ഈ കേസുമായി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്.